ഹായ് പ്രിയമുള്ളവരെ, ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടിയിലേക്കാണ് അഥവാ ഒരു വാർത്തയിലേക്കാണ്, ഞങ്ങളുടെ ഒരു റിപ്പോർട്ടിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നുള്ളത്. എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, ചാരിറ്റി മേഖലകളിൽ തിളങ്ങി നിൽക്കുന്ന കയ്യും മാന്യ എന്ന വിളിപ്പേരുള്ള നമ്മുടെ ഫിറോസ് കുന്നുംപറമ്പലിനെ പോലെ തന്നെ മികച്ചു നിൽക്കുന്ന ഒരു ചാരിറ്റി പ്രവർത്തകനാണ് കയ്യും മാന്യ. അപ്പോൾ അദ്ദേഹം എന്നോട് വിളിച്ചു പറഞ്ഞു, കാതറെ ഒരു സർപ്രൈസ് ഉണ്ട് എന്ന, കാസർകോട്ടെ രോഗികൾക്ക് ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു സർപ്രൈസ് എന്ന് പറയുന്നത് ഈ നിമിഷം വരെ ഞാനത് അറിഞ്ഞിട്ടില്ല. അതെന്താണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പക്ഷേ അതിന് മുൻപ് എന്തായാലും കയ്യും മാന്യ പറഞ്ഞതല്ലേ, അതൊരു സർപ്രൈസ് തന്നെ ആയിരിക്കുമെന്ന് കരുതി, കാസർകോട്ടെ രോഗികൾക്ക് അതൊരു ഗുണമുള്ള കാര്യമായിരിക്കുമെന്ന് കരുതി ഒരു സർപ്രൈസ് വീഡിയോ തന്നെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരുക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അതിനാൽ തന്നെ എൻ്റെ കൂടെ ഞാൻ അറിയുന്നത് പോലെ തന്നെ ആ സർപ്രൈസ് നിങ്ങൾക്കും ലൈവായി തന്നെ ഈ ദൃശ്യത്തിലൂടെ കാണാൻ വേണ്ടി സാധിക്കും. എന്തായാലും കം. കൈമേ, ഞാൻ താഴെ നിന്ന് ഒരു ഇൻട്രോ കൊടുത്തിട്ടാണ് വന്നത്. കാരണം എന്താണ് സർപ്രൈസ് എന്നറിയാൻ എന്നെ പോലെ തന്നെ നമ്മുടെ പ്രേക്ഷകരും കാത്തിരിക്കുകയാണ്. എന്താണ് സർപ്രൈസ്? സർപ്രൈസ് വരുന്ന വൈകിച്ച് കണ്ടിട്ടുണ്ടാവുമല്ലോ. കാരണം വരുന്ന വൈകിച്ചാ നമ്മളെ അഭയത്തിലേക്ക് കയറുന്ന സമയത്ത് നോക്കാം. ഞാൻ കണ്ടില്ല, സത്യമായിട്ടും ഞാനത് ശ്രദ്ധിച്ചില്ല. ഓക്കെ ഓക്കെ ഓക്കെ, റെഡി. ഇതാ നിങ്ങൾക്ക് ലൈവായിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നുള്ളത്. ലൈവ് ഷോ, ഞാനും നിങ്ങളും ഒന്നിച്ച് തന്നെ ആ സർപ്രൈസ് കാണുകയാണ്. ഈ സർപ്രൈസ് എന്ന് പറയുമ്പോൾ ആരുടെങ്കിലും ഗിഫ്റ്റ് ആയിരിക്കുമല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ, ഡൺ 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 ഡൺ. ഞാനും എൻ്റെ ക്യാമറ പേഴ്സണും ഒന്നിച്ച് നമ്മൾ ഒന്നിച്ച് ആ സർപ്രൈസ് കാണുകയാണ്. ഒന്നിച്ച് കാണുന്ന ഒരു പക്ഷേ ഞാൻ ശ്രദ്ധിച്ചില്ല, കാണാൻ വിട്ടുപോയത്. അതായത് സർപ്രൈസ്. കാസർഗോഡ് ജില്ലക്ക് ഇന്ന് ഏറ്റവും ആവശ്യമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഡയാലിസിസ് ആണ്, ഡയാലിസിസ് മെഷീനുകളാണ്. ഈ കാര്യം അറിഞ്ഞ് മലപ്പുറത്ത് നിന്നും നിഷാദ് കളിയെടുക്കൽ എന്ന യുവ സംരംഭകൻ LR ടെക്നോളജീസിൻ്റെ CEO, അദ്ദേഹം നമുക്ക് വേണ്ടി കൊടുത്തയച്ച വാഗ്ദാനമല്ല, ഇവിടെ നമുക്ക് വേണ്ടി ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം തന്ന സമ്മാനമാണ്. അഭയത്ത് സ്ഥിരമായിട്ട് സീരിയസ്ലി ഞാനടക്കം ഞെട്ടിപ്പോയി. ഒരു മലപ്പുറത്തുകാരന് 2 ഡയാലിസിസ് മിഷന് ഈ COVID-19 രോഗം ബാധിച്ച് വലിയ രീതിയിൽ വിഷമത്തിലിരിക്കുന്ന നമ്മുടെ കാസർഗോഡ് ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട്. ആ നിയന്ത്രണങ്ങളുടെ സമയത്ത് മംഗലാപുരത്തേക്ക് പോകാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ നിലനിൽക്കുമ്പോൾ പോലും അതിനിടയിൽ ഒരു സേവനം എന്ന രീതിയിൽ അല്ലെ സ്ഥിരമായി നമുക്ക് വേണ്ടി സമ്മാനിച്ചതാണ്. ഇത് കാസർഗോഡ് ഡൊണേറ്റ് ചെയ്താണ് അഭയ സെന്ററിന് വേണ്ടിയിട്ട്. അതെ, ഏകദേശം എത്ര രൂപ വില വരും? ഒരു മിഷന് 6 ലക്ഷം രൂപ വിലയുണ്ട്. 12 ലക്ഷം രൂപയുടെ 2 മിഷനുകളാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. സീരിയസ്ലി ഞാൻ നല്ലോണം സന്തോഷത്തിലാണുള്ളത്. എന്തായാലും ഇത്രത്തോളം പ്രതീക്ഷിച്ചില്ല ഈ ഒരു. എന്തായാലും മലയാളി പൊളിയാണ് എന്ന് പറയുന്നത് പോലെ മലപ്പുറത്തുകാരനും പൊളിയാണ്. മലപ്പുറത്തുകാരനായിട്ടുള്ള നിഷാദ് അല്ലേ? നിഷാദ് കിളിയുടുക്കൽ. നിഷാദ് കിളിയുടുക്കൽ. LR ടെക്നോളജീസ് ആണ് അദ്ദേഹത്തിന്റെ കമ്പനിയുടെ പേര്. LR ടെക്നോളജീസ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ ഒരു സ്നേഹമാർന്ന ഒരു സമ്മാനമാണ് ഈ 2 ഡയാലിസിസ് മിഷൻ. അതായത് ലക്ഷങ്ങൾ വില വരുന്ന ഈ മിഷൻ അഭയം ഡയാലിസിസ് സെന്ററിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത് അല്ലേ? ഇത് എപ്പോഴായിരുന്നു ഈ പ്ലാൻ ഉണ്ടായിരുന്നത്? കാരണം നേരത്തെ ഇദ്ദേഹം അതിൻ്റെ പൈസ ഒടുക്കിയിട്ട് ഏകദേശം ഒരു 10 ദിവസത്തോളമായി. പക്ഷേ നമുക്കറിയാം ട്രാൻസ്പോർട്ടേഷൻ്റെ ഒക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇത്ര ദിവസം വൈകിയത്. അപ്പോൾ ഇന്നലെ രാത്രിയോടുകൂടി നമുക്ക് ഈ മിഷൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പോൾ ഇതാണ് സർപ്രൈസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഇതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സർപ്രൈസ്. കാരണം ഒരുപാട് രോഗികൾ, ഞാനൊരു രോഗിയുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചിരുന്നല്ലോ, ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും
എൻ്റെ കോളിന് ശേഷമാണ് ഇങ്ങനെ ഒരു സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത്. സർപ്രൈസ് കാണുമ്പോൾ പബ്ലിക് കേരളയിലൂടെ തന്നെ ആൾക്കാർ അറിയിക്കണം എന്നുള്ളൊരു ആഗ്രഹം നമുക്ക് ആദ്യമായിട്ടുണ്ടായിരുന്നു. എന്തായാലും സീരിയസ്ലി വല്ലാത്തൊരു സന്തോഷമുണ്ട്. 2 ഡയാലിസിസ് മിഷന് ഇവിടെ വന്നിട്ടുണ്ട്. എന്തായാലും നമ്മളിവിടെ വന്നതല്ലേ, നമുക്ക് ഈ അഭയം എന്താണ്, അഭയത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്താണ് അഭയം ഇവിടെ ചെയ്യുന്നുള്ളത്, ഈ മലപ്പുറത്തുകാരൻ്റെ ആ സമ്മാനവും ഒക്കെ നമുക്കൊരു നല്ല രീതിയിൽ തന്നെ നമുക്കത് എന്താണ് എന്നുള്ളത് കാണാം. ആ സർപ്രൈസ് ശരിക്കും ഞങ്ങളെ ഞെട്ടിപ്പിച്ചു. ഡയാലിസിസ് സൗകര്യങ്ങളുടെ അഭാവങ്ങൾ കാസർഗോഡ് ചർച്ച ചെയ്യുന്ന സമയത്ത് തന്നെ തളങ്കര മാലിക് ദിനാർ ആശുപത്രി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അഭയം ഡയാലിസിസ് സെൻ്ററിന് മലപ്പുറംകാരൻ്റെ സ്നേഹസമ്മാനം. 12 ലക്ഷം രൂപ വില വരുന്ന 2 ഡയാലിസിസ് മിഷനുകളാണ് LR ടെക്നോളജീസിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മലപ്പുറം നിലമ്പൂർ സ്വദേശിയായ നിഷാദ് കാസർഗോട്ടെ രോഗികൾക്ക് സമ്മാനിച്ചത്. ഈ കൊറോണ കാലത്ത് ഞങ്ങൾ ഇത്രത്തോളം സന്തോഷിച്ച ഒരു സമയം വേറെ ഉണ്ടാകില്ല. ശരിക്കും പറഞ്ഞാൽ ആ മലപ്പുറത്തുകാരൻ്റെ മഹാമനസ്സ് ചെറുതായൊന്നുമല്ല ഞങ്ങളെ സ്വാധീനിച്ചത്. 2018 നവംബറിലാണ് കാസർഗോഡ് നഗരത്തിലെ ആദ്യത്തെ സൗജന്യ ഡയാലിസിസ് കേന്ദ്രമായ അഭയം ഡയാലിസിസ് സെൻ്റർ പ്രവർത്തനം ആരംഭിച്ചത്. നിലവിൽ 3 ഷിഫ്റ്റുകളിലായി 38 രോഗികൾക്ക് ഇവിടെ ചികിത്സ നൽകുന്നുണ്ട്. ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞാണ് പബ്ലിക് കേരളയുടെ ഖാദർ കരിപ്പൊടി എൻ്റെ പ്രിയ സുഹൃത്തിനെ ഞാൻ ബന്ധപ്പെടുന്നത്. അപ്പോൾ ഖാദർ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് കാണുന്നത് പോലെ ഉള്ള സർപ്രൈസ് എന്നത് 2 ഡയാലിസിസ് മിഷനുകൾ അഭയം ഡയാലിസിസ് സെൻ്ററിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഒരു സന്തോഷമെന്നോ അല്ലെങ്കിൽ അതിൻ്റെ എങ്ങനെയാണ് പങ്കുവെക്കുന്നത് അറിയില്ല. കാരണം നമ്മൾ പ്രത്യേകിച്ചും കടന്നു പോകുന്നത് അത്തരമൊരു ഘട്ടത്തിലൂടെയാണ്. നമ്മുടെ രോഗികളും ഡയാലിസിസ് രോഗികളും കടന്നു പോകുന്നത് അത്തരമൊരു ഘട്ടത്തിലൂടെയാണ്. പക്ഷേ എന്തായാലും കാസർഗോഡ് ഇപ്പോൾ അനിവാര്യമായൊരു സന്ദർഭത്തിൽ നമുക്ക് ഡയാലിസിസ് മിഷനുകളുടെ അപര്യാപ്തത എന്താണ് എന്നുള്ളത്, കർണാടകയുടെ അതിർത്തി അടച്ചതോടുകൂടി ഒരുപാട് രോഗികൾക്ക് അങ്ങോട്ട് പോകാൻ കഴിയാതെ വിഷമിച്ചിരിക്കുന്ന ഘട്ടത്തിൽ നമ്മളിപ്പോൾ 4 ഷിഫ്റ്റ് വരെ എടുത്ത് നമ്മളിവിടെ രോഗികളെ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. പക്ഷേ എപ്പോഴും തികയാതെ വരുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ അഭയം ഡയാലിസിസ് സെൻ്റർ കഴിഞ്ഞ 1.5 വർഷമായി സൗജന്യമായി ഡയാലിസിസ് നൽകുന്നുണ്ട്. അപ്പോഴും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരുപാട് രോഗികൾ പുറത്തുണ്ട്. ആ ഒരു സംഭവമാണ് നമ്മൾ ഫുട്ബോൾ പ്ലെയർ റാഫിയിലൂടെ അത് നിഷാദിനെ അറിയിക്കുകയും നിഷാദ് എന്നുള്ളത് LR ടെക്നോളജീസ് എന്ന മലപ്പുറം സ്വദേശിയായ നിഷാദിനെ ഇന്ന് മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു സംഭവം അറിയുമ്പോഴേക്കും എത്ര മിഷനുകൾ തരാനും ഞാൻ റെഡിയാണ്. നമ്മുടെ ഈ സ്ഥലപരിമിതിയിൽ നമുക്കിപ്പോൾ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നത് 2 മിഷനാണെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ 2 മിഷനുകൾ നൽകാൻ റെഡിയായ ആ മലപ്പുറത്തിൻ്റെ സ്നേഹം, പ്രത്യേകിച്ച് നിഷാദ് എന്ന ആ ഒരു വലിയ വ്യക്തിയോടുള്ള പറഞ്ഞറിയിക്കാനാണ്. ഇത് കേവലം ഒരു അഭയത്തിൻ്റെയോ എൻ്റെ വ്യക്തിപരമായ കടപ്പാടല്ല, കാസർഗോഡിൻ്റെ കടപ്പാടാണ്. കാരണം ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ആവശ്യം വാഗ്ദാനങ്ങളോ അതിനൊക്കെ അപ്പുറത്ത് നമുക്ക് ആവശ്യം ഡയാലിസിസ് മിഷനുകളാണ്. അത് വരാൻ വേണ്ടി മലപ്പുറത്ത് നിന്ന് നമ്മളൊരു ദൈവദൂതനെ പോലെ കാസർഗോഡേക്ക് വന്ന നിഷാദിനോടുള്ള നന്ദി കൂടി കാസർഗോഡ് ജനതയ്ക്ക് വേണ്ടി അറിയിക്കുകയാണ്. സ്പോൺസർ ചെയ്ത 2 ഡയാലിസിസ് മിഷനുകൾ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ TA ഷാഫി അഭയം മാനേജിംഗ് ട്രസ്റ്റി കയ്യുമ്മാനിക്ക് കൈമാറി. കാസർഗോഡ് തളങ്കര മാലിക് ദിനാർ ആസ്പത്രിയിൽ പ്രവർത്തിക്കുന്ന അഭയം ഡയാലിസിസ് സെൻ്ററിലേക്ക് ഇന്ന് 2 ഡയാലിസിസ് മെഷീൻ സമർപ്പിക്കപ്പെട്ട ഒരു സന്തോഷ വേളയിലാണ് ഉള്ളത്. മലപ്പുറം കേന്ദ്രീകരിച്ചുള്ള LR ടെക്നോളജീസ് 2 മെഷീനുകൾ ഈ ഡയാലിസിസ് കേന്ദ്രത്തിലേക്ക് നൽകിയപ്പോൾ കാസർഗോട്ടെ വൃക്കരോഗികൾ അനുഭവിക്കുന്ന ആഹ്ലാദം ചെറുതല്ല. കാരണം അവർ മരണത്തിനെ തോൽപ്പിക്കാനുള്ള പോരാട്ടത്തിലാണ്. മരണത്തെ തോൽപ്പിക്കണമെങ്കിൽ കുറേ പേരുടെ കൈത്താങ് വേണം, സഹായം വേണം. കയ്യുമ്മാനിയുടെ നേതൃത്വത്തിൽ അഭയം നടത്തി വരുന്ന വലിയ സേവനത്തിൻ്റെ തിളക്കമാർന്ന പ്രവർത്തനങ്ങളിലേക്ക് ഈ 2 ഡയാലിസിസ് മെഷീനുകൾ കൂടി കടന്നു വരുമ്പോൾ അത് പ്രവർത്തന വഴിയിൽ വലിയ ഉയർച്ച താണ്ടാൻ കഴിയുന്ന കാര്യത്തിൽ സംശയമില്ല. വല്ലാത്തൊരു സന്തോഷമായി പോയി. കാരണം കയ്യൂമ് ഇങ്ങനെ പറയുമ്പോൾ അതിലെന്തെങ്കിലും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അതെന്തായാലും ഡയാലിസിസ് മിഷൻ ആയതിൽ വല്ലാത്തൊരു സന്തോഷമുണ്ട്. കാസർഗോട്ടുകാരുടെ ഈ ഒരു അവസ്ഥയിൽ ആ 2 മിഷനുകൾ നമുക്ക് സമ്മാനിച്ച മലപ്പുറംകാരനായ നിഷാദിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാം. മലപ്പുറത്തുകാരൻ ഈ ഒരു സമയത്ത് കാസർഗോഡിന് 12 ലക്ഷം രൂപയുടെ ഒരു മഹാസമ്മാനം തന്നെ നൽകിയിരിക്കുന്നു. ക്യാമറ പേഴ്സൺ വിമിഷ വിനോദിനോടൊപ്പം ഖാദർ കരിപ്പൊടി, പബ്ലിക് കേരള.